തിങ്കളാഴ്ച രാത്രിയാണ് പയ്യന്നൂർ രാമന്തളിയിലെ കലാധരൻ അമ്മയെയും 2 മക്കളെയും ഒപ്പം കൂട്ടി മരണത്തിലേക്ക് പോയത്. രാത്രി ഭാര്യയുടെയും മകന്റെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നതിനെ തുടർന്ന് വീട്ടിലെത്തിയ അച്ഛൻ ഉണ്ണികൃഷ്ണനാണ് സിറ്റൗട്ടിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. അപ്പോഴും അവർ വീടിനുള്ളിൽ മരിച്ചുകിടക്കുന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് അവിടെ വച്ച് പോലീസുകാർ അമ്മ ഉഷയുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയത്. അത് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് പാഞ്ഞെത്തി വാതിൽ തുറന്നപ്പോഴാണ് മുകൾ നിലയിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 2 മണിയോടെയാണ് മൃതദേഹങ്ങൾ മാറ്റിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു 4 പേരുടെയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടിയതും സംസ്കാരത്തിനായി എത്തിച്ചതും. ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് കലാധരനും അമ്മയ്ക്കും 2 മക്കൾക്കുമരികെ പൊട്ടിക്കരഞ്ഞത്. അച്ഛന്റെ കൂടെ കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് നിലവിളിച്ചു കരഞ്ഞ മക്കളായിരുന്നു ഹിമയും കണ്ണനും. ഇനി എപ്പോഴും അച്ഛനൊപ്പം കഴിയാമല്ലോ എന്ന് പറഞ്ഞായിരുന്നു കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണന്റെ കരച്ചിൽ. അതേസമയം ഞായറാഴ്ച പകൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന കലാധരൻ ആകെ മനസ്സുലഞ്ഞ് നിൽക്കുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ പറയുന്നത്. പാചക വിദഗ്ധനായ കലാധരൻ അമ്മയുടെ നാടായ കാങ്കോലിലെ വൈദ്യനാഥേശ്വര ക്ഷേത്രം തെക്കൻ കരിയാത്തൻ കോട്ടം കളിയാട്ടത്തിലും ഭക്ഷണമുണ്ടാക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് കലാധരന്റെ നേതൃത്വത്തിലായിരുന്നു പാചകം ചെയ്തിരുന്നത്. ഇത്തവണ 4 ദിവസവും ഭക്ഷണമുണ്ടാക്കിയിരുന്നു കലാധരൻ. ഞായറാഴ്ച രാത്രി ഭക്ഷണമുണ്ടാക്കാൻ കലാധരൻ മുഴുവൻ സമയവും ക്ഷേത്രത്തിലെ അടുക്കളയിലുണ്ടായിരുന്നു. മുഴുവൻ ഭക്ഷണവും തയ്യാറാക്കി വിളമ്പാനുള്ള പാത്രങ്ങളിലാക്കി വെച്ച് ഒപ്പമുള്ളവരെ ഏൽപ്പിച്ചാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. രാത്രിയോടെ ആ നാടറിഞ്ഞത് കലാധരന്റെ മരണവാർത്തയുമാണ്. ക്ഷേത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കലാധരൻ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്ന് കമ്മിറ്റിക്കാർ ഇപ്പോൾ പറയുന്നു. കലാധരനും ഭാര്യയും തമ്മിൽ കുറച്ചു വർഷങ്ങളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ കോടതിയിൽ കേസുകളുമുണ്ട്. വിവാഹമോചന കേസ് കുടുംബ കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. കോടതി മക്കളെ അമ്മയോടൊപ്പമാണ് വിട്ടതെങ്കിലും ആഴ്ചയിൽ ശനിയും ഞായറും മക്കളെ അച്ഛനോടൊപ്പം വിടാനും തീരുമാനമുണ്ട്. മറ്റു ദിവസങ്ങളിൽ അച്ഛന് വീഡിയോ കോൾ വഴി മക്കളെ കാണാനും അവസരമുണ്ടായിരുന്നു. ശനിയാഴ്ചയാണ് മകൾ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയത്. ആധാർ തയ്യാറാക്കുന്നതിനായി 2 വയസ്സുകാരൻ മകനെയും തിങ്കളാഴ്ച കൊണ്ടുവന്നു. എന്നാൽ മക്കളെ വിടാത്തതിനാൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് കലാധരന്റെ വീട്ടിലെത്തി തിരിച്ചു പോയിരുന്നു. പിന്നാലെയാണ് ആത്മഹത്യയും ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിൽ കലാധരൻ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്നും കുറിപ്പിൽ കലാധരൻ പറയുന്നു. മരണത്തിന് ഉത്തരവാദികളെക്കുറിച്ചും വർഷങ്ങളായി കോടതി വഴിയും പോലീസ് വഴിയും മാനസികമായി പീഡിപ്പിക്കുന്നതെല്ലാം കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറയുന്നു. രാത്രി വൈകിയാണ് 4 മൃതദേഹങ്ങളും വിലാപയാത്രയായി രാമന്തളി സമുദായ ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.